IPL ആദ്യ മത്സരം RCB SRHനെ അക്ഷരാർത്ഥത്തിൽ തകർത്ത് കളഞ്ഞിരിക്കുന്നെന്ന് തന്നെ പറയേണ്ടി വരും. എന്തൊരു വിജയമാണ് RCB സ്വന്തമാക്കിയത്. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള RCB നല്ല മാസ്സായിട്ട് തന്നെ വിജയിച്ച് കയറിക്കൊണ്ട് തങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ തുടക്കമിട്ടിട്ടുണ്ട്. ഇത്തവണയും ട്രോഫി റീറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് RCB ലക്ഷ്യം വെക്കുന്നതും. എന്തായാലും SRHൻ്റെ ദൗർബല്യങ്ങൾ, വീക്ക്നെസ് കൃത്യമായി കാണിക്കപ്പെട്ടൊരു മത്സരം കൂടിയായിരുന്നു ഇതെന്ന് പറയാതിരിക്കാൻ വയ്യ. ചിലരെങ്കിലും പറഞ്ഞു കേൾക്കാറുണ്ട്, ഒന്നുകിൽ ഹയാത്ത് അല്ലെങ്കിൽ മൗത്ത്. ഇതാണ് SRHൻ്റെ അവസ്ഥ. കാരണം ക്ലിക്കാവുകയാണ് ബാറ്റിംഗ് വെടിക്കെട്ട് നടത്താൻ 300 റൺസിലേക്ക് വരെ എത്താൻ കെൽപ്പുള്ള ബാറ്റർമാരാണ് SRHനുള്ളത്. എന്നാൽ നേരെ മറിച്ച് ക്ലിക്കായില്ലെങ്കിൽ അടപടലം ഫ്ലോപ്പായി പോകുന്ന ഒരു കാഴ്ചയും. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ബാറ്റിംഗിൽ നല്ല മികച്ചൊരു പ്രകടനം SRHന് വേണ്ടി പുറത്തെടുത്തു എന്ന് പറയാൻ കഴിയുക ഇഷാൻ കിഷനും അതുപോലെ അനികേത് വർമ്മയും മാത്രമാണ്. ഇഷാൻ കിഷൻ അനായാസമായി സെഞ്ചുറിയിലേക്ക് പോകുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടായിരുന്നു അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. 38 പന്തുകളിൽ 80 റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സ് കളിച്ച ക്യാപ്റ്റൻ ഇഷാൻ കിഷനെ മടക്കി അയച്ചത് ഫിൽസാൾട്ടിന്റെ ഒരു ഗംഭീര ക്യാച്ചായിരുന്നു. വാട്ട് എ ക്യാച്ച്! എന്തൊരു ക്യാച്ചായിരുന്നു അത്. അനികേത് വർമ്മ അവസാനം വന്നുകൊണ്ട് 18 പന്തിൽ 43 റൺസിന്റെ ഒരു മാസ്മരിക ഇന്നിംഗ്സ് കളിച്ചെങ്കിൽ കൂടി 9 വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത 20 ഓവറുകളിൽ 201 റൺസിലേക്ക് എത്താൻ മാത്രമായിരുന്നു SRHന് സാധിച്ചിട്ടുണ്ടായിരുന്നതും. RCBയുടെ ബാറ്റിംഗ് കരുത്ത് വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ ടോട്ടൽ അല്ല എന്നുള്ളത് അവിടെ തന്നെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ RCB ക്യാപ്റ്റൻ രജത് പട്ടിദാറിന്റെ ആ ഒരു നീക്കത്തെ എടുത്തു പറയുക തന്നെ വേണം. കാരണം ഓപ്പണിംഗ് ഓവർ എറിയാൻ വേണ്ടിയിട്ട് ഹേസിൽവുഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പരിചയസമ്പത്തുള്ള ഭുവനേശ്വർ കുമാറിന് പന്തേൽപ്പിക്കുമെന്ന് നമ്മൾ കരുതിയെങ്കിൽ ഡെബ്യൂ മത്സരം കളിക്കുന്ന ജേക്കബ് ഡഫിക്കാണ് അദ്ദേഹം ന്യൂ ബോൾ നൽകുന്നത്. അത് തീർച്ചയായിട്ടും ഫലം കാണുകയും ചെയ്തു. ആദ്യമായി IPL കളിക്കുന്ന ഒരുത്തം വന്നുകൊണ്ട് SRHന്റെ പവർ ഹൗസ് ബാറ്റിംഗ് വീര്യം പഞ്ഞിക്കിടുന്ന കാഴ്ച. ബേസ് പ്രൈസിന് കിട്ടിയ RCBയുടെ ലോട്ടറിയാണ് ജേക്കബ് ഡഫി എന്ന് തന്നെ പറയേണ്ടി വരും. അമ്മാതിരി ബൗളിംഗ് അല്ല അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നതും. ഈ ഒരു കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് സ്വന്തമാക്കിയതും ജേക്കബ് ഡഫി തന്നെ. മറുപടി ബാറ്റിംഗിൽ RCBയുടെ ഓപ്പണർ ഫിൽസാൾട്ടിനെ പെട്ടെന്ന് തന്നെ മടക്കി അയക്കാൻ SRHന് കഴിഞ്ഞെങ്കിൽ കൂടി അവിടെ വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും തട്ടുപൊളിപ്പൻ ബാറ്റിംഗ് പ്രകടനം നടത്തിക്കൊണ്ട് അനായാസമായി RCB വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ദേവദത്ത് പടിക്കൽ 26 പന്തിൽ 61 റൺസിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു ചേസിംഗ് ആണ് നടത്തിയത്. അദ്ദേഹത്തിന് ആ ഒരു മാസ്മരിക ഇന്നിംഗ്സിന് കൈയടിച്ചേ പറ്റൂ. പിന്നെ വിരാട് കോഹ്ലി, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാണല്ലേ. കിങ് ദ ചേസ് മാസ്റ്റർ 38 പന്തിൽ 69 റൺസിന്റെ ഗംഭീരമായ ഇന്നിംഗ്സ് കളിച്ചുകൊണ്ട് പുറത്താവാതെ നിന്ന് ടീമിന്റെ ടോപ്പ് സ്കോററായി മത്സരത്തിൽ RCBയെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു മനോഹര കാഴ്ച അതാണ് കണ്ടതും. ഏതായാലും IPL ചരിത്രത്തിൽ റൺ ചേസിംഗിൽ മാത്രം 4000 റൺസ് നേടുന്ന ഫസ്റ്റ് പ്ലെയറായും അദ്ദേഹം മാറിയിരിക്കുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക. കൂടുതൽ റിവ്യൂ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരേക്കും ചെറിയൊരു ഗുഡ് ബൈ.